ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. നമ്മൾ ഇന്നൊരു ഭഗവത് കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കഥ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും കഥ പൂർണ്ണമായിട്ടും കേൾക്കണം. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളിലും വിമർശനങ്ങളിലും നമ്മൾ പെട്ടുപോകരുത്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്ന് പഠിപ്പിക്കുന്ന ഒരു കഥയാണ്. ഒരിക്കൽ മഹാദേവനും പാർവതി ദേവിയും കൂടി വേഷമൊക്കെ ഒന്ന് മാറി മനുഷ്യവേഷത്തിൽ തന്നെ ഭൂമിയിലേക്ക് യാത്ര പോവാൻ തീരുമാനിച്ചു. നന്ദികേശൻ ഒരു സാധാരണ കാളയുടെ വേഷത്തിലായിരുന്നു. അങ്ങനെ 3 പേരും കൂടെ പോവുകയാണ്. പോകുന്ന സമയത്ത് പരമശിവൻ പാർവതി ദേവിയോട് പറഞ്ഞു, നമുക്ക് ഈ മനുഷ്യന്റെ കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളെയും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, കാളയുടെ പുറത്ത് ഞാൻ കയറാം. അപ്പൊ മഹാദേവൻ ശരിക്കും ഒരു വൃദ്ധന്റെ വേഷത്തിലാണ്, പാർവതി ദേവി ആണെങ്കിൽ സുന്ദരിയായ ഒരു സ്ത്രീയാണ്. അപ്പൊ മഹാദേവൻ ഈ കാളയുടെ പുറത്ത് കയറി. അങ്ങനെ പാർവതി ദേവിയും ആയിട്ട് നടക്കുക. മഹാദേവൻ കാളപ്പുറത്താണ്. അങ്ങനെ കുറേ ദൂരം നടന്നു പോകുമ്പോൾ വഴിയരികില് കുറേ ആൾക്കാരിങ്ങനെ നിൽക്കുന്നു. അവർ നോക്കി നിൽക്കുകയാണ്, അത്ഭുതത്തോടെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, സുന്ദരിയായ ഒരു സ്ത്രീയെ നടത്തിക്കൊണ്ടുപോവാണ്. വൃദ്ധനായ ആള് കയറി കാളപ്പുറത്തും ഇരിക്കുന്നു. എന്തൊരു കഷ്ടമാണല്ലേ! ഇന്ന് ഈ ലോകത്തിലും ഇതുപോലെയുള്ള ഭർത്താക്കന്മാരൊക്കെ ഉണ്ടല്ലോ എന്നായി. അവിടെ നിന്നും കുറേ ദൂരം കടന്നപ്പോൾ പരമശിവൻ പാർവതി ദേവിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമ്മളിപ്പോൾ കേട്ടല്ലോ കുറ്റപ്പെടുത്തലുകൾ.